STPI ഓഫീസുകളിൽ സംസ്ഥാന വ്യാപകമായി ED റെയ്ഡ്. STPI ഓഫീസുകളിൽ സംസ്ഥാന വ്യാപകമായി ED റെയ്ഡ്. ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനം തിരുവനന്തപുരം, മലപ്പുറം, ബംഗളൂരു, ആന്ധ്രാപ്രദേശിലെ നന്ദിയാൽ, താനെ, ചെന്നൈ, ജാർഖണ്ഡിലെ പാക്കൂർ, കൊൽക്കത്ത, ജയ്പൂർ, ലക്നൌ എന്നിവിടങ്ങളിലാണ് റെയ്ഡ് പുരോഗമിക്കുന്നതെന്ന് ED വൃത്തങ്ങൾ അറിയിച്ചു. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി പോപ്പുലർ ഫ്രണ്ട് സ്വരൂപിച്ച പണം STPIക്ക് കൈമാറിയെന്നായിരുന്നു EDയുടെ കണ്ടെത്തൽ. കോഴിക്കോടും തിരുവനന്തപുരത്തും മലപ്പുറത്തും റെയ്ഡ് നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ STPI ദേശീയ അധ്യക്ഷൻ MK ഫൈസലിനെ ED അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് STPI കേന്ദ്രത്തിലെ പരിശോധന. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് STPI നിയന്ത്രിക്കുന്നതെന്ന് ED കണ്ടെത്തിയിരുന്നു. STPIക്ക് ഫണ്ട് നൽകുന്നതും നയങ്ങൾ രൂപീകരിക്കുന്നതും പോപ്പുലർ ഫ്രണ്ട് തന്നെയാണെന്നും രണ്ട് സംഘടനയുടെ പ്രവർത്തകരും ഒന്നു തന്നെയാണെന്നും ED പറയുന്നു. ഹവാല അടക്കമുള്ള മാർഗങ്ങളിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം എത്തിച്ചുവെന്ന് EDയുടെ കണ്ടെത്തൽ. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും റമദാൻ കളക്ഷന്റെ പേരിലും പണം സ്വരൂപിച്ചു. ഹജ്ജ് തീർത്ഥാടന കാലത്ത് ഇന്ത്യക്കാരെ സഹായിക്കാനെന്ന പേരിൽ ഫണ്ട് പിരിച്ചു. നിയമസഹായം, കമ്മ്യൂണിറ്റി പിന്തുണ എന്നിവയുടെ പേരിലും ഈ വാലറ്റുകൾ വഴിയും ഇന്ത്യയിലേക്ക് ഫണ്ടെത്തിയെന്ന് ED കണ്ടെത്തി. അതേസമയം രാജ്യത്ത് STPIക്ക് നിരോധനം വന്നേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് STPI നിയന്ത്രിക്കുന്നതെന്ന അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നീക്കം. ജിഹാദ് എല്ലാ രൂപത്തിലും നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് പോപ്പുലർ ഫ്രണ്ട് STPI രൂപീകരിച്ചതെന്നും ED പറയുന്നു.